നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ. പൂരവുമായി ബന്ധപ്പെട്ടുള്ള ടിസിയുടെ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ഭാരവാഹികൾ. പുത്തൂർ മരോട്ടിച്ചാൽ വെള്ളക്കാരിത്തടത്ത് കിണറ്റിൽ വീണ കാട്ടാന ചെരിഞ്ഞു. കുരിക്കശ്ശേരി സുരേന്ദ്രന്റെ വീട്ടുകിണറ്റിലാണ് കാട്ടാന വീണത്. കരവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. തെരഞ്ഞെടുപ്പ് സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. 26 വരെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇഡിക്ക് കത്ത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് നാളെ കൊട്ടിക്കലാശം. കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നാളെ വൈകിട്ട് 5 മണിയോടെ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണങ്ങൾ കൊട്ടിക്കലാശിക്കും. കുന്നംകുളം ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശികളായ സജിത, മാധവി, സജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള ആദിശിവേലി എഴുന്നള്ളിപ്പ് നടന്നു. ആദിശിവേലിക്ക് ചിറക്കൽ കാളിദാസൻ സംഗമേശന്റെ തിടമ്പേറ്റി. ചാലക്കുടി മേലൂപ്പൂലാനിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭർത്താവ് പ്രതീഷിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടുള പുത്തൻ വീട്ടിൽ 34 വയസ്സുള്ള ലിജയാണ് മരിച്ചത്. ഭാരതീയ ധീവര സമന്വയ സമിതി കേരള ഘടകം എൻഡിഎക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വിവിധ സമയങ്ങളിൽ ഇടത് വലത് മുന്നണികൾക്ക് ധീവര സമുദായം പിന്തുണ കൊടുത്തുവെങ്കിലും മുന്നണികൾക്ക് ധീവരസഭയെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്ന് ഭാരവാഹികൾ. ആനപ്പുഴ ഗ്രാമത്തിന് അഭിമാനമായ പി ദേവികൃഷ്ണയുടെ സിവിൽ സർവീസ് പരീക്ഷാ വിജയം. 559 റാങ്ക് നേടിയാണ് ദേവികൃഷ്ണ നാടിന് അഭിമാനമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT ഇഗ്രാം ഉൽ ഹഖ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. ദേശീയ മനുഷ്യാവകാശ സമിതി നേതൃയോഗം വടക്കാഞ്ചേരിയിൽ നടന്നു. സംസ്ഥാന സമ്മേളനം മെയ് 1 തൃശൂരിലും ദേശീയ സമ്മേളനം മെയ് 12 ആലപ്പുഴയിലും നടക്കും. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. കരേനു കോളനിയിൽ നിന്ന് ആരംഭിച്ച് കൊടുമ്പ സെന്ററിൽ സമാപിച്ചു. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണാർത്ഥം LDF എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. UDYF ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ UNI സമ്മേളനം നടന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുല്ലശ്ശേരിയിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോടാലിയിലെ ഫാസ്പാടി സംഘടന KSCBയുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചു. സംഘടന ജനറൽ സെക്രട്ടറി VK കാസിം അധ്യക്ഷത വഹിച്ചു. ഈ മാസം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കോഴിക്കോട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡെപ്യൂട്ടി കമ്മീഷണർ VK പ്രദീപ് കുമാറിനെ ജന്മനാടായ ആറ്റൂരിൽ ആദരിച്ചു. മുൻ അക്കൌണ്ടന്റ് ജനറൽ VK ഗിരിജ വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന കലകളുടെ ഉത്സവത്തിന് തിരിതെളിഞ്ഞു. തീർത്ഥകേന്ദ്രം ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂർ തോളൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റാലിയും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. LDF നേതാക്കളായ TK ദേവസി, MS സിദ്ധൻ എന്നിവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി സായാഹ്ന സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങൾ യൂസർ ഫീ നൽകണമെന്ന ഗുരുവായൂർ നഗരസഭയുടെ നിലപാട് മാറ്റണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു.
ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥിയാകില്ലെന്നും പാർട്ടി ചുമതലകളോടാണ് താൽപര്യമെന്നും കെപിസിസി സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സി ശ്രീകുമാർ. പ്രസ് ക്ലബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷനായിരുന്നു. പെരുമ്പളിശ്ശേരി അമ്മാടം റോഡിലേക്ക് മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. തെക്കൂട്ട സരോജിനിയുടെ പറമ്പിലെ മാവിന്റെ കൊമ്പാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. പടിയൂർ വളവനങ്ങാടിയിൽ ഓട്ടോ ടാക്സി ഇടിച്ച് വഴിയാത്രക്കാരിയായ അധ്യാപിക മരിച്ചു. മതിലകം പഴയക്കടവ് സ്വദേശി കൊച്ചുവീട്ടിൽ 55 വയസ്സുള്ള പിഗറസ് ആണ് മരിച്ചത്. കോടാലിയിലെ ശിവനന്ദനം കാശിമഠം ബാബുസ്വാമി രചിച്ച ഹിന്ദു സംസ്കാരത്തിന്റെ ആചാരപുരാണം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോടാലി SN വിദ്യാമന്ദിർ മുൻ പ്രിൻസിപ്പൽ സതീഷ് ബാബുവിന് നൽകി KK ശിവരാമൻ പ്രകാശനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് കൃഷി വികസന പദ്ധതി പ്രകാരം നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. കർഷകനായ മധു ചക്കാലക്കിലാണ് വിവിധയിന പച്ചക്കറികൾ കൃഷി ചെയ്തത്. യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ S രാജു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പ പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രിമാരും മേൽശാന്തിയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചേലക്കര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സ്റ്റാൻലി K സാമുവൽ അധ്യക്ഷത വഹിച്ചു. പുലിയന്നൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞ് അതിഥി തൊഴിലാളിയായ ഡ്രൈവർക്ക് പരിക്കേറ്റു. മണ്ണുത്തിയിൽ താമസക്കാരനായ ആസാം സ്വദേശി അസ്ലമിനാണ് പരിക്കേറ്റത്. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് ചാലക്കുടി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. മേലൂർ, ചാലക്കുടി ടൗൺ, കൂടപ്പുഴ എന്നിവിടങ്ങളിലായിരുന്നു പ്രചരണം. തൃശൂർ പൂങ്കുന്നം ഉദയനഗറിലെ ഫ്ളാറ്റിൽ താമസക്കാരല്ലാത്ത 73 പേരെ NDAക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തതായി LDF നേതാക്കളുടെ പരാതി. ഉദയനഗറിലെ ഇൻലാൻഡ് അപ്പാർട്ട്മെന്റിലാണ് താമസക്കാരല്ലാത്ത 73 പേരെ പുതിയതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ NDA ചേർത്തിരിക്കുന്നതെന്നാണ് ആരോപണം. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേശത്തമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി പ്രമോദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.